ഹലോ, നമസ്കാരം. വിയറ്റ്നാം കാഴ്ചകൾ തുടരുകയാണ്. ഈ എപ്പിസോഡിൽ മാനാ ഹില്ലിലെ അത്ഭുത കാഴ്ചകളും പിന്നെ ചില വെറൈറ്റി മത്സരങ്ങളുടെ കാഴ്ചകളും മറ്റുമാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫെസ്റ്റിവൽ 2024 എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. വിൻ്റർ ഫെസ്റ്റിവൽ, ബിയർ ഫെസ്റ്റിവൽ തുടങ്ങി പല ഫെസ്റ്റിവലുകൾ ഇവിടെ നടക്കാറുണ്ട്. ബിയർ ഫെസ്റ്റിവൽ മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് നടക്കാറുള്ളത്. വിൻ്റർ ഫെസ്റ്റിവൽ നവംബർ 10 മുതൽ ഡിസംബർ 31 വരെയും. ഇപ്പോൾ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. ആ കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. ഇതിവിടെയുള്ളൊരു പുരാതന ചർച്ചാണ്. ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് പണിത പള്ളി. ഇതൊരു കത്തീഡ്രലാണ്. പുരാതന ഫ്രഞ്ച് ശൈലിയിലുള്ള നിർമ്മിതികൾ. അവ അതേപടി നിലനിർത്തിയാണ് സൺ ഗ്രൂപ്പ് പുതിയ നിർമ്മിതികൾ നടത്തുന്നത്. ഈ സ്ക്വയറിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. സൺക്രാഫ്റ്റ് ബിയർ. ഇതൊരു ബിയർ നിർമ്മാണ ശാലയാണ്. പുരാതന ഫ്രഞ്ച് മാതൃകയിലുള്ള ഒരിടം. ഇതുപോലുള്ള വേറെയും ബിയർ വൈൻ നിർമ്മാണശാലകൾ ഇവിടുണ്ട്. ഈ സ്കൾപ്ചർ ബിയർ നിർമ്മാണ രീതിയുടെ ഒരു ചെറു പതിപ്പാണ്. ഇത് കണ്ടോ, മരങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്നു. ഇത് വിയറ്റ്നാമിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. എന്തു കാരണത്താലാണ് ആ മരങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയുടെ പ്രത്യേകത കൊണ്ടാകും. ഇവിടെ മാത്രമല്ല, റോഡിന് ഇരുവശത്തും നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളും പാർക്കുകളിലുള്ള മരങ്ങളെല്ലാം ഇതുപോലെ താങ്ങുന്നതാണ് നിർത്തിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലുള്ള ധാരാളം ടൂറിസ്റ്റുകളെ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥ. ഇവിടെ ഒരു മനോഹരമായ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നു.
ഗ്രാമത്തിലൊരു തെരുവാണിത്. ഇരുവശത്തും പുരാതന കെട്ടിടങ്ങൾ. നല്ല പഴക്കമുണ്ടെങ്കിലും അവ പുതുമയോടെ നിലനിർത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ടൂറിസം വളർത്തേണ്ടത്. അല്ലാതെ പൊങ്ങച്ചം കൊണ്ട് ടൂറിസം വളരില്ല. നമ്മുടെ ഗൈഡും സ്കൈവേസ് MD-യുമായ ഷാജി മാത്യുവിന്റെ വിവരണം കേട്ടോളൂ. നമ്മളിപ്പോൾ വിയറ്റ്നാമിലെ ഏറ്റവും മനോഹരമായ പട്ടണമായ ദനാങ് എന്ന് പറയുന്ന സിറ്റിയിൽ നമ്മൾ ബാണ ഹിൽസിലാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് സ്കൈവേസ് ഹോളിഡേയ്സിൽ നിന്നും 30ഓളം അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നത്. ബാണ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചുകാരുടെ ഒരു കോളനിയായിരുന്നു. അവർ കടുത്ത ചൂട് കാരണം വിയറ്റ്നാമിൽ നിന്നും തണുപ്പിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ബാണ ഹിൽ. അവരുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ആ സ്ഥലത്തിൻ്റെ കാണുക ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബിയർ പ്ലാസ. ഇപ്പോൾ ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെയാണ് കേൾക്കുന്നത്. താഴെ കാണുന്നത് വൈൻ സെല്ലാറാണ്. പല നിലകളിലായി റെസ്റ്റോറന്റിന്റെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ നിലയിലേക്ക് കടക്കുന്നതിനും എസ്കലേറ്ററുകളുണ്ട്. ഇവിടെയാണ് ഏറ്റവും മുകളിലത്തെ നില. ഇവിടെയാണ് ആ മത്സരം നടക്കുന്നത്, ബിയർ കുടി മത്സരം. നമ്മുടെ എൻട്രി ഫീസിനോടൊപ്പം കോംപ്ലിമെന്ററി ആയുള്ള ബിയർ ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് പിന്നീട് വാങ്ങാം. ഇപ്പോൾ ഈ മത്സരം കാണാം. വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ നിറത്തിലുള്ളവർ. അതുകൊണ്ട് ഇതൊരു രാജ്യാന്തര മത്സരമാണ്. അതായത് ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ്. പക്ഷെ ഇവിടെ രാജ്യവും നിറവും ഒന്നുമല്ല താരം, ബിയർ മാത്രമാണ് താരം. ഇന്ത്യക്കാരനും മത്സരത്തിനുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. US. The debate in you, how many seconds you can rate the car here right now? How many seconds you can clear them? 6 seconds. Amazing, sir. 6 seconds. Very fast. Wow. And you, how many seconds you can rate there? A lot. Oh my God. So for this game, you need to rate this quickly, fast. Yes, sir. All right. Right now, we will tell you rule of the games. In this short time, you need to rate this quickly, fast. Who can clear this first? This is the winner. That's all. Everybody understand? Easy, right? Set the rate fast.
And who clearly first? This is the winner. Ready to the ring? Ready to the ring? Everybody, ready to sing? Come on, pick it up and follow me. When I count 1, 2, 3, you are starting, right? Ready? Everybody, ready? Count with me. 1, 2, and 3. റഫറിയുടെ ഗംഭീര കമന്ററി. തുടർന്ന് സ്റ്റാർട്ട്. Last one start. Come on, last one start. I saw you. Did you carry on and go straight out? രണ്ടുപേർ ഏകദേശം ഒരേ സമയം ബിയർ കുടിച്ചു തീർത്തു. പക്ഷേ മഗ് ടേബിളിൽ ആദ്യമായി വെച്ചയാൾ വിജയിയായി. ഇനി വിജയിക്കുള്ള സമ്മാന വിതരണമാണ്. Wow, excuse me. Thank you, everybody. But, sir, it's coming. How did you feel? Feel good? It's easy to read, right? It's easy to read. Yes, it's easy to read. 10 seconds, ladies and gentlemen. Tell me your name, sir. David. So, ladies and gentlemen, David, this is the King David! And we have a big team for the King of the state, ladies and gentlemen. All right? ലോക സുന്ദരി പട്ടം പോലെ ഒരു കിരീടം, ഒരു മൊമൻറ്റോ, ഒരു പൊന്നാട, അതും ഒരു ഓവർകോട്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. പക്ഷെ ഈ സമ്മാനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. വെള്ളമടി മത്സര വിജയി എന്ന ദുഷ്പേര് കിട്ടും. അകലെ ഒരു ബുദ്ധപ്രതിമ കാണുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോകും ലഞ്ചിന് ശേഷം. അവിടം ഒരു പൂന്തോട്ടം കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോട വീഴും, പെട്ടെന്ന് മാറും. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ. ഏതായാലും ഇന്നൊരു സണ്ണി ഡേ അല്ല. എയർ മാർട്ടിൻ ഇതൊരു ഹോട്ടലാണ്,
പക്ഷെ ക്ലോസ്ഡ് ആണിപ്പോൾ. പോപ്പ് മാർട്ട് ലോക പ്രശസ്ത പാവനിർമ്മാണ കമ്പനിയാണത്. ഒരു ചൈനീസ് കമ്പനിയാണ് പോപ്പ് മാർട്ട്. ഇവിടെ ഞങ്ങൾ ഒരു മലയാളി ടീമിനെ കണ്ടു. അതും തിരുവനന്തപുരത്തു നിന്ന് വന്നവർ. വിയറ്റ്നാം കാണാൻ വന്ന സഞ്ചാരികൾ. അവരുമായി കുറേ നേരം കുശലം പറഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഭരത റെസ്റ്റോറൻറ്റ്സ്. വിയറ്റ്നാമീസ് ഭക്ഷണവും ഇന്ത്യൻ ഭക്ഷണവും ലഭിക്കും എന്നാണ് ബോർഡ് വച്ചിരിക്കുന്നത്. സൺവേൾഡ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഗംഭീര ലഞ്ച്. എന്ത് വേണമെങ്കിലും ഇഷ്ടാനുസരണം കഴിക്കാം. 100-ലധികം വിഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതിന് പ്രധാന കാരണം നല്ല വിശപ്പും പിന്നെ വലിയ തിരക്കും. ഇവിടെ ഒരു ബൃഹത്തായ റോളർ കോസ്റ്റർ ഉണ്ട്. ആൽഫൈൻ കോസ്റ്റർ. സെൽഫ് ഡ്രിവൺ ആണ്. ലോകത്തെ ഏക ഡബിൾ ട്വിസ്റ്റഡ് ആൽപൈൻ കോസ്റ്ററാണിത്. കറങ്ങിയും തിരിഞ്ഞും താഴേക്കും അവിടെ നിന്ന് മുകളിലേക്കും സ്വയം നിയന്ത്രിച്ച് യാത്ര ചെയ്യാം. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രത്യേക ഫീസുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായി കാണുന്നുള്ളൂ. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാനാ ഹില്ലിലെ ബാക്കി കാഴ്ചകൾ തുടർന്നുള്ള എപ്പിസോഡിൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം
അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.